ഹൗ ടു ഫിക്സ് ലാഗ് ഇൻ ഫ്രീ ഫയർ എന്ന് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള വീഡിയോസ് കാണാൻ സാധിക്കും. പക്ഷേ ഈ കാണുന്ന ഒട്ടുമിക്ക എല്ലാ വീഡിയോസിലും സെയിം കാര്യം തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ടിപ്സൊക്കെ നമ്മൾ പലതവണയായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. പക്ഷേ എന്നിട്ടും നമ്മളുടെ ലാഗ് ഫിക്സ് ആവുന്നില്ല, അല്ലെങ്കിൽ ഹീറ്റിംഗ് ഫ്രീസിങ് പോലെയുള്ള പ്രോബ്ലംസ് ഒന്നും ഫിക്സ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ ടിപ്സും ട്രിക്സൊക്കെ ഫേക്കാണ്, നമ്മൾ പറ്റിക്കാൻ വേണ്ടി യൂട്യൂബേഴ്സ് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഈ ടിപ്സും ട്രിക്സ് ഒന്നും ഫേക്ക് അല്ല. നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് കാരണമാണ് നമ്മളുടെ പ്രോബ്ലംസ് ഒന്നും ഫിക്സ് ആവാത്തത്. അപ്പോൾ ഈ മിസ്റ്റേക്സ് എന്താണ്? ഈ മിസ്റ്റേക്സ് നിങ്ങൾ ഫിക്സ് ചെയ്താൽ നിങ്ങളുടെ ലാഗ്, ഓട്ടോ ബാക്ക്, ലേറ്റ് ലോബി, ഫ്രീസിങ്, ഹീറ്റിംഗ് പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ 100% ഫിക്സ് ആയി കിട്ടുന്നതാണ്. അപ്പോൾ മച്ചാമാരെ, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ടോട്ടൽ 2 മിസ്റ്റേക്സ് ആണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഒപ്പം വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ബോണസ് ട്രിക്കും കൂടി പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന 2 മിസ്റ്റേക്സ് നിങ്ങൾ ആദ്യം കറക്റ്റ് ചെയ്ത് അതിൻ്റെ ഒപ്പം ഈ ബോണസ് ട്രിക്കും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്താൽ പിന്നെ നിങ്ങൾ ലാഗിനെ പറ്റി ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ലാഗ് ഷുവർ ആയിട്ട് തന്നെ ഫിക്സ് ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ആദ്യത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ പലതവണയായിട്ട് യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമ്മളുടെ ഡിവൈസിലെ ലാഗ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോറേജ് ക്ലീൻ ചെയ്യണമെന്നൊക്കെ നമ്മൾ പലതവണയായിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ടിപ്പ് കേട്ട് ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസിൽ പോയതിന് ശേഷം ഡിവൈസിലുള്ള വീഡിയോസും മ്യൂസിക്കും ഫോട്ടോയും കാര്യമൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാറാണ് പതിവുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ ഡിവൈസിലുള്ള പ്രൊസസ്സറിൻ്റെ പെർഫോമൻസിന് യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഡിവൈസിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും ഗെയിംസും അതിൻ്റെ ക്യാഷ് ഫയൽസും ഡാറ്റ ഫയൽസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ ഡിവൈസിലുള്ള പ്രൊസസ്സറിൻ്റെ പെർഫോമൻസിന് നല്ലൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ലാഗും ഓട്ടോ ബാക്കൊക്കെ എത്രയും പെട്ടെന്ന് ഫിക്സ് ആവണമെന്ന് വിചാരിച്ച് യൂട്യൂബിലും ക്രോം ബ്രൗസറിലൊക്കെ കാണുന്ന കണ്ണിക്കണ്ട ആപ്ലിക്കേഷൻസ്, ലാഗ് ഫിക്സിംഗ് ആപ്ലിക്കേഷൻ, GFX ടൂൾസ്, ഗെയിം ബൂസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് കണ്ണിക്കണ്ട എല്ലാ ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലാഗും കാര്യമൊക്കെ ഫിക്സ് ആവുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടായിരിക്കും ഇതുപോലത്തെ ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് റിയൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഫേക്ക് ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാഗ് ഫിക്സ് ആവില്ല, മറിച്ച് നിങ്ങളുടെ ലാഗ് കൂടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഓട്ടോ ബാക്ക് പോലെയുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ ഡിവൈസിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് റിയൽ ആണോ എന്ന് നിങ്ങൾ ആദ്യം കൺഫേം ചെയ്യുക. എന്നിട്ട് മാത്രം ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് വരെ കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ ട്രിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ആ ട്രിക്ക് വേറെ ഒന്നല്ല, നമ്മളുടെ കോൺഫിഗ് ഫയൽ തന്നെയാണ്. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് സിമ്പിളായിട്ട് കോൺഫിഗ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കോൺഫിഗ് ഫയൽ അപ്ലൈ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. കോൺഫിഗ് ഫയലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് നോക്കണം. പിന്നെ അതുപോലെ തന്നെ കോൺഫിഗ് ഫയലിൻ്റെ മാക്സിമം ഡേറ്റ് എന്ന് വെച്ചാൽ 3 to 4 days ആണ്. 3 to 4 days കഴിഞ്ഞാൽ കോൺഫിഗ് ഫയൽ എക്സ്പയർഡ് ആയി പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലേറ്റസ്റ്റ് കോൺഫിഗ് ഫയൽ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക.